കാണാൻ വലിയ ഭംഗിയോ നിറമോ ഒന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീ മദീനയിൽ ജീവിച്ചിരുന്നു. അവർ ദിവസവും വന്ന് മദീന പള്ളിയും പരിസരവും അടിച്ചുവാരുമായിരുന്നു, വൃത്തിയാക്കുമായിരുന്നു. ആരും ശ്രദ്ധിക്കാറില്ലായിരുന്നു. എങ്കിലും പടച്ചോനോടുള്ള സ്നേഹം മുത്തുനബി കാണുമായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പള്ളിയിൽ വരാതെയായി. എന്ത് പറ്റിയെന്ന് അന്വേഷിച്ച് മുത്തുനബി. അവരുടെ മരണവാർത്ത ആയിരുന്നു മുത്തുനബിക്ക് സ്വഹാബത്തിങ്ങൾ അറിയിച്ചു കൊടുത്തത്. മുത്തുനബിക്ക് വിഷമമായി. സഹാബത്തിനോട് ചോദിച്ചു, എന്തേ നിങ്ങൾ എന്നോട് അറിയിച്ചില്ല? സമൂഹത്തിൽ വിലയില്ലാത്ത ഒരു സ്ത്രീയുടെ മരണവാർത്ത റസൂലിനെ അറിയിക്കാൻ മാത്രം വിലപ്പെട്ടതാണ് എന്ന് അവർ വിചാരിച്ചില്ല. അത് ഒരു രാത്രിയായിരുന്നു നബിയെ. അവിടുത്തെ ഉറക്കം ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി പറയാതെ ഇരുന്നതാണ്. സ്വഹാബത്തിങ്ങൾ റസൂലിനോട് കാരണം ബോധ്യപ്പെടുത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വിഷമിച്ചു. അവിടുന്ന് ആ സ്ത്രീയുടെ ഖബറിൽ പോയി ഒരുപാട് നേരം പ്രാർത്ഥിച്ചു. മനുഷ്യനെ രണ്ടായി കാണാൻ സൃഷ്ടിച്ചു വെച്ച അതിർത്തികളും മാനദണ്ഡങ്ങളും റസൂലിന് അതിരുകളോ ആയിരുന്നില്ല. രൂപമോ സൗന്ദര്യമോ ഒന്നും നോക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് അവിടുന്ന് റസൂലുള്ള ചെയ്ത ഏറ്റവും വലിയ വിപ്ലവം.